ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ്. സഞ്ജു സാംസൺ നായകനായുള്ള രാജസ്ഥാൻ ഇത്തവണ വലിയ പ്രതീക്ഷ നൽകിയ ടീമുകളിൽ ഒന്നാണ്. എന്നാൽ പ്രതീക്ഷക്കൊത്ത മികവ് കാട്ടാൻ ടീമിന് സാധിച്ചില്ലെന്ന് തന്നെ പറയാം. മെഗാലയത്തിലെ മണ്ടൻ തീരുമാനങ്ങളും പുതിയതായി എത്തിയ താരങ്ങളുടെ മോശം ഫോമുമെല്ലാം രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തവണ രാജസ്ഥാന്റെ പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് വന്നതോടെ ടീം കപ്പിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും കരുതിയത്. കാരണം ഇന്ത്യൻ ടീമിനെ T20 ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ചാണ് ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലകനായത്. എന്നാൽ ദ്രാവിഡിന് കീഴിൽ രാജസ്ഥാൻ വളരുകയല്ല, മറിച്ച് തളരുകയാണ് ചെയ്തത്. നായകൻ സഞ്ജു സാംസണും ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും ടീമിനെ പിന്നോട്ടടിക്കുകയാണ്. ഇതിനിടെ സഞ്ജു പരിക്കിന്റെ പിടിയിലായതും രാജസ്ഥാന് തിരിച്ചടിയായി. ഈ സീസണിൽ ശേഷിക്കുന്ന മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമാവാനാണ് സാധ്യത. 9 മത്സരത്തിൽ 7ലും തോറ്റ രാജസ്ഥാന് ഇനി പ്ലേ ഓഫ് പ്രതീക്ഷ വേണ്ടെന്ന് തന്നെ പറയാം. രാജസ്ഥാന്റെ തകർച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനാവും. ഇപ്പോഴത്തെ രാജസ്ഥാന്റെ തുടർ തോൽവികൾക്ക് കാരണം സഞ്ജുവിന്റെ അഭാവമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പേസർ സന്ദീപ് ശർമ്മ. ഈ സീസണിന്റെ തുടക്കം മുതൽ സഞ്ജുവിന് കാര്യങ്ങൾ ശുഭകരമല്ല. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടെ പരിക്കേറ്റ സഞ്ജു അവശതയോടെയാണ് IPL എത്തിയത്. കൈവിരലിന് പൊട്ടലേറ്റ് സഞ്ജു ആദ്യ 3 മത്സരത്തിലും നായകനായില്ല. റിയാൻ പരാഗാണ് ടീമിനെ നയിച്ചത്. ഇതിൽ 2 മത്സരങ്ങളിലും ടീം തോറ്റു. പിന്നീട് സഞ്ജു നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെ രാജസ്ഥാൻ ആത്മവിശ്വാസം വീണ്ടെടുത്തതാണ്. എന്നാൽ പരിക്ക് വീണ്ടും ചതിച്ചു. ട്രിപ്പിന് പരിക്കേറ്റ സഞ്ജുവിന് വിശ്രമത്തിൽ പോകേണ്ടി വന്നു. ഇനി എപ്പോൾ തിരിച്ചെത്തുമെന്ന് പറയാനാവില്ല. സീസൺ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. സഞ്ജു ഇല്ലാത്തത് രാജസ്ഥാനെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും സഞ്ജുവിന്റെ അഭാവമാണ് തുടർ തോൽവികളുടെ പ്രധാന കാരണമെന്നും തുറന്നു സമ്മതിക്കുകയാണ് ടീമിലെ സീനിയർ പേസറായ സന്ദീപ് ശർമ്മ. സഞ്ജു വളരെ അനുഭവസമ്പന്നനായ നായകനും താരവുമാണ്. ടീമിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന ബാറ്റ്സ്മാനാണ് സഞ്ജു. രാജസ്ഥാൻ റോയൽസിൽ ഇത്തവണ പ്രശ്നങ്ങൾ ഏറെയാണ്. മെഗാലയ മുതൽ ടീമിന് പിഴച്ചു. രാഹുൽ ദ്രാവിഡിന്റെ വാശിയാണ് ടീമിനെ പിന്നോട്ടടിക്കുന്നത്. നായകൻ സഞ്ജു സാംസന്റെ വാക്കുകളെ പോലും അവഗണിച്ചാണ് ദ്രാവിഡ് പല തീരുമാനങ്ങളും എടുത്തത്. ജോസ് ബട്ട്ലറെ വിട്ടുകളയരുതെന്ന് സഞ്ജു ആവശ്യപ്പെട്ടെങ്കിലും ഇത് പരിഗണിച്ചില്ല. വലിയ അഴിച്ചുപണി ടീമിൽ നടത്തി. ട്രെന്റ് ബോൾട്ടിനെ അടക്കം കൈവിട്ട് കളഞ്ഞു. പകരം വന്ന താരങ്ങൾക്കൊന്നും മികവ് കാട്ടാനാവാതെ പോയി. സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇനി രാജസ്ഥാനിൽ സഞ്ജു ഉണ്ടാവുമോ എന്ന കാര്യം പോലും സംശയമാണ്. ദ്രാവിഡും സഞ്ജുവും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു മടങ്ങിവരവ് നടത്തുകയും അടുത്ത സീസണിൽ രാജസ്ഥാനായി സഞ്ജു കളിക്കാനും സാധ്യത കുറവാണെന്ന് തന്നെ പറയാം.